കുടുംബശ്രീ ശാരദ സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനിയോട് യാത്ര പറഞ്ഞ് കുറുപ്പമാഷ് അവിടെ നിന്ന് ഇറങ്ങുക. പോകാൻ നേരത്ത് ശാലിനിയോട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കണേ. മോള് ദൈവത്തെ പറ്റിക്കാനാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്, പറ്റിക്കുന്നത് ദൈവത്തെയാണോ അതോ സ്വന്തം മനസാക്ഷിയാണോ എന്ന്. അങ്ങനെ പറഞ്ഞ് മാഷ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് കളക്ടറേറ്റിലേക്ക് പോകുന്ന സത്യഭാമേനെയും അർജുനെയുമാണ് കേട്ടോ. അങ്ങനെ കളക്ടറേറ്റിൽ എത്തുന്ന അർജുൻ കാർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം അവിടെയുള്ള ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു ജോലിക്കാരൻ അർജുൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയണേ, അതെ ഈ വണ്ടിയൊക്കെ ഒന്നെടുത്ത് മാറ്റിക്കേ, മേയറിൻ്റെ വണ്ടി ഇപ്പോൾ വരും. മേയറിൻ്റെ വണ്ടി ഇവിടെ കൂടി വരുന്നത് കൊണ്ട് കളക്ടറിൻ്റെ വണ്ടി തന്നെ അവിടെ മാറ്റിയിട്ടിരിക്കുക. അന്നേരം അർജുൻ പറയണേ, അതെ ഈ വന്നിരിക്കുന്നത് സത്യഭാമയാ, സത്യഭാമയുടെ കാറായത്. അന്നേരം അയാൾ പറയണേ, ആരാണെങ്കിലും എന്താ വണ്ടി മാറ്റിയിടണം. ഈ സമയം കാറിലിരുന്ന് ഭാമ പറയണേ, അർജുനെ വണ്ടി നമുക്ക് മാറ്റാം. അന്നേരം അർജുൻ പറയണേ, അതൊന്നും നടക്കില്ല സത്യാമേ, സത്യാമ ഇങ്ങോട്ട് ഇറങ്ങിക്കേ, എന്താ സംഭവിക്കുന്നതെന്ന് ഒന്ന് കാണട്ടെ. അങ്ങനെ പറഞ്ഞ് ഡോർ തുറന്ന് ഭാമ പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് കാർ അങ്ങോട്ടേക്ക് മാറ്റിയിടുന്നുണ്ട്. ഈ സമയം ഭാമ അയാളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കണേ, തൻ്റെ പേര് ഫ്രാൻസിസ് എന്നല്ലേ? അതേന്ന് അയാൾ പറയുക. അന്നേരം ഭാമ പറയണേ, അത് ശരി, അപ്പം എനിക്ക് ആളും അറിയട്ടില്ല. കഴിഞ്ഞ 1 വർഷം മുമ്പ് കടക്കിണിയിലാണ് രക്ഷിക്കണം 3 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വന്ന് നിന്നിരുന്നു, അതൊക്കെ താൻ മറന്നുപോയല്ലേ? അന്നേരം ഫ്രാൻസിസ് പറയണേ, കടമൊക്കെ ഞാൻ എന്താണെങ്കിലും വീട്ടും, ഇതിപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗവും. അങ്ങനെ പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഭാമ അർജുനോട് പറയണേ, കാറ്റ് ദിശ മാറി വീശി തുടങ്ങി. ആ സമയം ഞാൻ ഞുള്ളുകളും പത്തിവെക്കി. ഒരു പെരുമഴക്കാലത്തിൻ്റെ തുടക്കമായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്കെന്താണെങ്കിലും കളക്ടറെ ചെന്ന് കാണാം. ഇതേ സമയം ജോൺ അബ്രഹാം IAS എന്ന് പറഞ്ഞ ആ കളക്ടറിനെ കാണിക്കുവാണ്. ഈ സമയത്ത് ആ കളക്ടർക്ക് ചന്ദ്രബോസിൻ്റെ കോൾ വരുവാണ്. അങ്ങനെ ഫോൺ എടുത്തതും കളക്ടർ പറയണേ, ഹലോ ആരാ സംസാരിക്കുന്നത്? അന്നേരം ചന്ദ്രബോസ് പറയണേ, ഞാനാ അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ്. അന്നേരം അയാൾ പറയണേ, ഓ കൈക്കൂലിക്കാരനും അഴിമതി വീരനുമായ ചന്ദ്രബോസ്, അങ്ങനെയല്ലേ ശരിക്കും പറയേണ്ടത്. സത്യം പറഞ്ഞാൽ തനിക്കൊരു സിവിൽ പോലീസ് ആകാനുള്ള യോഗ്യത പോലുമില്ല. എങ്ങനെയൊക്കെ അഴിമതി കള്ളത്തരൊക്കെ കാണിച്ച് ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ വരെ എത്തി. അല്ല താനിപ്പോൾ എന്തിനാ വിളിച്ചത്? അന്നേരം ചന്ദ്രബോസ് പറഞ്ഞേ, അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സത്യഭാമയുടെ തോക്കിൻ്റെ ലൈസൻസ് റദ്ദാക്കിയ കാര്യം. അന്നേരം ജോൺ പറയണേ, അതിൻ്റെ ഫയലാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് റീചെക്ക് ചെയ്താലോ എന്ന് ആലോചിക്കുവാണ്. ഒരു ക്രിമിനൽ അല്ലാത്ത ഒരാളാണ് തോക്ക് കൈവശം വെച്ചിരിക്കുന്നത്. മാത്രമല്ല അയാളുടെ പേരിൽ ക്രിമിനൽ കുറ്റം ഒന്നുമില്ല. അയാൾക്ക് വധഭീഷണി ഉണ്ടെന്നുള്ള കാരണം കാണിച്ചാണ് ആ തോക്കിന് ലൈസൻസ് എടുത്തിരിക്കുന്നത് തന്നെ. പിന്നെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും കൂടാതെ ലൈസൻസ് റദ്ദാക്കി. അത് താൻ എനിക്ക് തന്ന റിപ്പോർട്ട് അനുസരിച്ചാണ്. എന്നാൽ ഇപ്പോൾ ആ റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണെന്നാ. എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ കളക്ടർ പറയണേ, എന്ന് വെച്ചാൽ എന്ത്, താനൊക്കെ കൂടി വ്യാജരേഖ കെട്ടിച്ചമച്ചതാണെന്ന്. അതിൽ ഞാൻ വീണ് പോവുകയും ചെയ്തു. എന്നാൽ തെറ്റുപറ്റിയ തിരുത്താൻ ഞാൻ തയ്യാറാണ്. തന്നെ പോലെയുള്ളവരുടെ ചതിയും വഞ്ചനക്കൊക്കെ കൂട്ടുനിൽക്കാനല്ല ഈ ജോൺ അബ്രഹാം IAS കാരനായത്. ഐ ആം വെരി സ്ട്രിക്റ്റ്. അതുകൊണ്ട് തന്നെ സത്യമ്മയുടെ തോക്കിൻ്റെ ലൈസൻസ് ഞാൻ വീണ്ടും കൊടുക്കാൻ പോകുവാണ്. അന്നേരം ചന്ദ്രബോസ് പറഞ്ഞേ, അത് പിന്നെ സാർ, ലൈസൻസ് റദ്ദായ തോക്ക് കൈവശം വെച്ചതിൻ്റെ പേരിൽ ഞാൻ സത്യഭാമയുടെ മകനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുക. അപ്പോൾ അവനെ ജാമ്യത്തിൽ വിടേണ്ടി വരുമോ? അന്നേരം ജോൺ പറയണേ, അതെ വിടേണ്ടി വരും. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അതിനുള്ള ഓർഡർ ഇടുവാണ്. അന്നേരം ചന്ദ്രബോസ് പറയണേ, ഭാര്യയെ കൊന്ന് രണ്ടാമത് വീണ്ടും വിവാഹം കഴിച്ച് അമ്മായപ്പൻ്റെ പണവും പ്രതാപവും കൊടുത്ത് കള്ള സർട്ടിഫിക്കറ്റും മറ്റും ഒപ്പിച്ച് കളക്ടറായി മാറിയ ജോൺ അബ്രഹാം തന്നെ അല്ലേ ഈ പറയുന്നത്? ക്ലബിൽ വെച്ചുള്ള നമ്മുടെ ബന്ധമൊക്കെ നീ അങ്ങ് മറന്നോ? അന്നേരം കളക്ടറൊന്ന് മേടിക്കണേ, എടോ ഒന്ന് പതിയെ പറയടോ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ റെക്കോർഡ് ചെയ്യുന്നതാ. താനിങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ ഞാനത് മിണ്ടാതിരുന്നാലേ എല്ലാവരും സത്യമാണെന്ന് പറയും. ഞാൻ താൻ വിളിച്ചപ്പോൾ തന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചുമ്മാ ഒരു നമ്പർ ഇട്ടതല്ലേ, ഞാനത് സീരിയസ് ആക്കിയോ? അന്നേരം ചന്ദ്രബോസ് പറയണേ, താൻ എന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ, അപ്പോൾ പിന്നെ എനിക്കങ്ങനെ പറഞ്ഞാൽ എന്താ? അന്നേരം ജോൺ അബ്രഹാം പറയണേ, എടോ അതിന് ഞാനൊരു കളക്ടറല്ലേ, ഇങ്ങനെയൊക്കെ പറയല്ലേ, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ, അതിൽ ഒരു മാറ്റവും ഇല്ല. അന്നേരം ചന്ദ്രബോസ് പറയണേ, പിന്നെ സത്യഭാമയും വക്കീൽ അർജുനും കൂടി ചിലപ്പോൾ തന്നെ കാണാൻ വരും ലൈസൻസിൻ്റെ കാര്യം പറയാൻ. അവർ വന്നാലേ കാണാൻ പോലും സമ്മതിക്കണ്ട. അന്നേരം ജോൺ പറയണേ, അതൊക്കെ എന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? സത്യഭാമയല്ല ആര് വന്നാലും ശരി, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ ഒരു മാറ്റവും ഇല്ല. അതിന് സത്യഭാമയൊന്നുമല്ലല്ലോ ഇപ്പോൾ എനിക്ക് ശമ്പളം മറ്റും തരുന്നത്. എന്നാൽ ശരി, നമുക്ക് നാളെ ക്ലബ്ബിൽ വെച്ച് മീറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് കോള് കെട്ടാക്കുവാണ്. ഇതേ സമയം ഭാമയും അർജുനും കളക്ടറിൻ്റെ ഓഫീസിൻ്റെ മുമ്പിലെത്തുവാണ്. ഈ സമയം കളക്ടറിൻ്റെ പേഴ്സണൽ സെക്രട്ടറി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സത്യാമ്മയോ, എന്താ ഇവിടെ? ഞങ്ങൾ കളക്ടറെ കാണാൻ വന്നതാ. അന്നേരം PA ചോദിക്കണേ, അയ്യോ അതിന് സത്യം എന്തിനിങ്ങോട്ട് വന്നത്, ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ? അതൊന്നും സാരമില്ല, ഞങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണമായിരുന്നു. സത്യാമ്മയ്ക്ക് അപ്പോയിൻമെൻറ്റോ? ഞാൻ ചെന്ന് കളക്ടറിനോട് ഇപ്പം തന്നെ സത്യാമ്മ വന്ന കാര്യം പറയാം. അന്നേരം ഭാവം പറയുന്നുണ്ട്, അല്ല വേറെ ആരുടെയെങ്കിലും അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് മതി, ഞങ്ങൾ കാത്തിരുന്നോളാം. സത്യാമ്മ എന്തിനാ കാത്തിരിക്കുന്നത്, ഞാൻ ചെന്ന് വന്ന കാര്യം പറഞ്ഞിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ആ കുട്ടിയകത്തേക്ക് കയറി പോകുവാണ്. അങ്ങനെ കളക്ടറിൻ്റെ അടുത്ത് നിന്ന്
കളക്ടറെ കാണാനായിട്ട് സത്യഭാമ വന്നിരിക്കുവാന്ന് പറയുക. അന്നേരം കളക്ടർ വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. അതിന് ആര് വന്നാലും എന്താ, ഇതെൻ്റെ മീറ്റിംഗ് സമയമൊന്നുമല്ലല്ലോ, അവിടെ കാത്തിരിക്കാൻ പറ. അന്നേരം ആ കുട്ടി പറയണേ, അല്ല സാർ 3:30 നമുക്കൊരു മീറ്റിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അവരെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിക്കുവാണെങ്കിൽ. അന്നേരം കളക്ടർ അവരോട് ദേഷ്യപ്പെടുക. നിങ്ങളോടല്ലോ പറഞ്ഞത് എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല. ഈ സത്യഭാമ എന്ന് പറഞ്ഞാൽ ആരാ? ഞാനിങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് കേട്ടിട്ടുണ്ട് അവരെ പറ്റി. കിരീടം വെക്കാത്ത റാണി അല്ലേ? അവരെ പോലുള്ള ആജ്ഞ അനുസരിക്കാനല്ല എനിക്കിവിടെ ശമ്പളം തരുന്നത്. എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല, താൻ ചെല്ലും. അങ്ങനെ ആ കുട്ടി പുറത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മേയറിൻ്റെ കാർ അവിടെ എത്തുന്നതാണ്. ഈ സമയം കുറേ ആൾക്കാർ മേയർ സിന്ദാബാദ് അങ്ങനെയൊക്കെ പറഞ്ഞ് ആർപ്പ് വിളിയും മറ്റുമാണ് കേട്ടോ. ഞങ്ങളുടെ മുത്താണ് മേയർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ സിന്ദാബാദ് വിളിക്കുവാണ്. ഈ സമയം കാർ തുറന്ന് ജഗദീപ് കുമാർ പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് സുസ്മിതക്ക് ഡോറൊക്കെ തുറന്നു കൊടുക്കുവാണ്. ഈ സമയം മേയർ സുസ്മിത പുറത്തേക്ക് ഇറങ്ങി വന്ന് എല്ലാവർക്കും നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ആർപ്പുള്ളികളൊന്നും വേണ്ട, ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരിയാണ്. നിങ്ങളുടെ ക്ഷേമവും മറ്റും അന്വേഷിക്കാനാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ നിങ്ങളുടെ പ്രതിനിധി തന്നെയാണ്. എന്നും നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെയൊക്കെ പറഞ്ഞ് തള്ള ഡയലോഗൊക്കെ അടിച്ചുവിടുന്നുണ്ട്. ഈ സമയം അവിടെ കൂടി നിന്നതിൽ ഒരാൾ പറയണേ, എൻ്റെ മോൻ ആശുപത്രിയിൽ അപകടം പറ്റി കിടന്നപ്പോൾ അവന് രക്താഭിഷേകം വന്നു. ആ സമയത്ത് മേയർ തന്നെയാണ് ഓടി നടന്ന് അവന് വേണ്ടി രക്തം സംഘടിപ്പിച്ചത്. അന്ന് മേയർ തന്നെയാണ് രക്തം കൊടുക്കാനുള്ള ആളെ കൊണ്ടുവന്നതും. എന്നിട്ട് ഏതൊരു പേരൊക്കെ പറയുവാണ്. അതേക്കുന്ന ജഗദീപ് കുമാർ മനസ്സിൽ പറഞ്ഞേ, ഓ പൈസ കൊടുത്ത് പഠിപ്പിച്ച ഡയലോഗ് തെറ്റിച്ചല്ലോ മണ്ടൻ. എന്തേലും ആവട്ടെ. ഈ സമയം സുസ്മിതയും അവിടെ ഇരുന്ന് തള്ളി മറിക്കുന്നുണ്ട്. എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്ത് തന്നെ ത്യാഗം സഹിക്കാനും ഒരു മടിയുമില്ല. ഇപ്പം തന്നെ ഒരു കിഡ്നി ഇല്ലാത്ത 2 കിഡ്നിയും തകരാറിലായ ഒരു നിർധന പെൺകുട്ടി, അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു കിഡ്നി ദാനം ചെയ്തിരിക്കുകയാണ്, അത് ഫ്രീ ആയിട്ട്. ഈ സമയം ജഗദീപ് കുമാർ പറയണേ, കണ്ടില്ലേ സുസ്മിതയുടെ മഹത്വം. സുസ്മിതയ്ക്ക് ആകെ ഒരു സങ്കടമേ ഉള്ളൂ, അവൾക്ക് 3 കിഡ്നിയില്ലല്ലോ എന്നോർത്ത്. അങ്ങനെയായിരുന്നെങ്കിൽ 2 കിഡ്നി ദാനം ചെയ്യാമെന്നു. ഇതിപ്പോൾ 2 കിഡ്നിയല്ലേ ഉള്ളൂ, ഒരു കിഡ്നി മാത്രമല്ലേ ദാനം ചെയ്യാൻ പറ്റൂ. അതാണ് സുസ്മിതയുടെ സങ്കടം. പിന്നീട് സുസ്മിത പറയണേ, എന്നെ ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ഇരുളടഞ്ഞ ഭൂതകാലമാണ്. ഈ സമയം ജഗദീപ് സുസ്മിതയോട് പറയണേ, അതെ സുസ്മിതേ, ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട. ഇവരെല്ലാം നമ്മൾ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാരാ. മീഡിയക്കാരാണെങ്കിൽ എത്തിയിട്ടുമില്ല. അതേക്കുമ്പോൾ സുസ്മിത ചോദിക്കണേ, മീഡിയക്കാർ ഇതുവരെ എത്തിയില്ലെന്നോ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ജഗദീപേ? അന്നേരം ജഗദീപ് പറയണേ, ഏതോ സ്കൂളിലെ കുട്ടികൾക്ക് പൊള്ളലേറ്റുന്ന്, അതുകൊണ്ട് മീഡിയക്കാർ അങ്ങോട്ട് പോയിരിക്കുക. അന്നേരം സുസ്മിത പറയണേ, കുട്ടികൾക്ക് പൊള്ളലേട്ടെങ്കിൽ അവർ എവിടെയെങ്കിലും പോയി ചാവട്ടെ, അതിലും വലുതില്ലേ മേയർ വരുന്ന കാര്യം. മേക്കപ്പ് ഇല്ലെങ്കിൽ ഞാൻ സഹിക്കും, പക്ഷെ മീഡിയ ഇല്ലെങ്കിൽ ഞാൻ അത് സഹിക്കില്ല. അന്നേരം ജഗദീപ് സുസ്മിതയെ ആശ്വസിപ്പിക്കണേ, തൽക്കാലം നീ ഒന്നടങ്ങ്, അവരുടനെ എത്തിക്കോളും. ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് കൂടുതൽ നമുക്ക് ഷോ ഇറക്കണ്ട, കാരണം ഇവരെല്ലാം മണിക്കൂറിന് 500 രൂപ കൊടുത്ത് ഞാൻ ഏർപ്പാട് ചെയ്തതാ. അന്നേരം സുസ്മിത പറയണേ, 500 രൂപയോ? അത് കുറച്ച് കൂടുതലല്ലേ, കുറച്ച് കുറവുള്ള വല്ല ബംഗാളികളെ മറ്റും വിളിച്ചാൽ പോരായിരുന്നോ? അന്നേരം ജഗദീപ് പറയണേ, ബംഗാളികളെ വിളിക്കായിരുന്നു, പക്ഷേ അവർക്ക് ഈ സാ പറയാൻ പറ്റില്ല. സുസ്മിത എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു വരുവാണെങ്കിൽ അത് സുഷ്മിത എന്ന് വല്ലതും ആയിപ്പോകും. എന്താ അത് വേണോ? അന്നേരം സുസ്മിത പറയണേ, അയ്യോ അത് വേണ്ട, കാശ് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, സാ എന്ന് പറയുന്നവർ മതി. അപ്പോൾ ജഗദീപ് പറയണേ, എന്നാൽ പിന്നെ നമുക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി അകത്തേക്ക് കയറുവാണ്. ഈ സമയം അവിടെ ഭാമയും അർജുനും കാത്തിരിക്കുവാണ്. അർജുൻ പറയണേ, ഇത് കുറേ നേരമായല്ലോ, നമുക്ക് മുമ്പ് വന്നവരും നമുക്ക് ശേഷം വന്നവരും ഒക്കെ കളക്ടറെ ചെന്ന് കണ്ടു, ഇതെന്താ നമ്മൾ മാത്രം വിളിക്കാത്തത്? അന്നേരം ഭാമ പറയണേ, അവരൊക്കെ ചിലപ്പോൾ മുമ്പേ അപ്പോയിൻമെൻ്റ് എടുത്തവരായിരിക്കും, ആ കുട്ടി എന്താണെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അവർ പറഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും സുസ്മിതയും ജഗദീപും കൂടി അതുവഴി പോകുന്നത്. അങ്ങനെ ആ സമയം സുസ്മിതയെ കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ് ഭാമയും അർജുനും. ഈ സമയം സുസ്മിതയും അവരെ കാണുന്നുണ്ട്. അങ്ങനെ ഭാമയും സുസ്മിതയും മുഖാമുഖം നേരിൽ കണ്ട് നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്